SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിക്കുമെന്നും ഇതിന് സാധിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചിരിക്കുന്നത്. നിങ്ങൾ പിന്നെ എന്നെ കാണില്ല എന്നാണ് സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF 98 സീറ്റുകൾ നേടി അധികാരത്തിലെത്തിയാൽ താൻ SNDP യോഗം ജനറൽ സെക്രട്ടറി പദം രാജിവെക്കാൻ തയ്യാറാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിച്ചിരുന്നു. മറിച്ചായാൽ സതീശൻ പദവികൾ രാജിവെച്ച് രാഷ്ട്രീയ വനവാസത്തിന് പോകണം. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചിരുന്നു. 98 സീറ്റെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞതെന്ന് സതീശൻ ചൂണ്ടിക്കാട്ടി. 97 വരെ അദ്ദേഹത്തിന് സംശയമില്ല. അദ്ദേഹത്തെ പോലെ ഒരു നേതാവ് UDFന് 97 സീറ്റ് വരെ കിട്ടുമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. കഠിനാധ്വാനം ചെയ്ത് അത് 100ന് മുകളിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നുമാണ് VD സതീശൻ തുറന്നു പറഞ്ഞിരിക്കുന്നത്. UDF അധികാരത്തിലെത്തിയാൽ വെള്ളാപ്പള്ളി സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും അദ്ദേഹം ആജീവനാന്തം അവിടെ ഇരുന്നോട്ടെയെന്നും സതീശൻ പറഞ്ഞു. തനിക്ക് വെള്ളാപ്പള്ളിയോട് വിരോധമൊന്നുമില്ലെന്നും എന്തുകൊണ്ടാണ് തന്നെക്കുറിച്ച് ഈഴവ വിരോധിയെന്ന് പറഞ്ഞതെന്നറിയില്ലെന്നും സതീശൻ പ്രതികരിച്ചു. ആർക്കുവേണ്ടിയാണ് വെള്ളാപ്പള്ളി ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതെന്നും സതീശൻ ചോദിച്ചു. വെള്ളാപ്പള്ളിക്കെതിരായി താൻ മോശമായ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ലെന്ന് സതീശൻ പറഞ്ഞു. താൻ ശ്രീനാരായണീയനാണ്. ശ്രീനാരായണ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. എന്നാൽ നാട്ടിലാരെങ്കിലും വിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ UDF അതിനെ ശക്തമായി നേരിടും. CPM ഇറക്കുന്നത് പോലെയുള്ള പ്രസ്താവനകളൊന്നും ആയിരിക്കില്ല. ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും തങ്ങൾ എതിർക്കും. കേരളത്തെ രക്ഷിക്കാനുള്ള പദ്ധതികളും പരിപാടികളും തങ്ങളുടെ കയ്യിലുണ്ട്. അത് സമയമാവുമ്പോൾ പ്രഖ്യാപിച്ച് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നുമാണ് സതീശൻ പറഞ്ഞത്. താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും അഹങ്കാരവും ധാർഷ്ട്യവുമുള്ള പ്രതിപക്ഷ നേതാവാണ് സതീശൻ എന്നായിരുന്നു വെള്ളാപ്പള്ളി പറഞ്ഞത്. UDF 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന സതീശന്റെ പ്രസ്താവനയെ പരിഹസിച്ച വെള്ളാപ്പള്ളി അങ്ങനെയെങ്കിൽ കാക്ക മലന്നു പറക്കുമെന്നും പറഞ്ഞിരുന്നു.